കണ്ടോ, ഞാനിങ്ങനെ ഞാൻ തേച്ചൊന്നും മഴക്കിയിട്ടില്ല, എല്ലാം ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. രാവിലെ ആയപ്പോൾ സമയം. പിന്നെ കടലക്കറി വേവുന്നതിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുക്കറ് പിന്നെ വേണ്ട അരി ഞാൻ കഴുകി എടുക്കുക. ഞാൻ പറഞ്ഞായിരുന്നു വെള്ളയരി ഇന്ന് ഞാൻ പുട്ടിന് ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. പുട്ടിന് ഇങ്ങനെ കഴുകി എടുത്തിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കഴുകി എടുത്ത് ഇതെല്ലാം ഇനി ഊറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ പൊടിച്ചിങ്ങി എടുക്കുക. പിന്നെ അതിനകത്തൊരു ശകലം ഉപ്പുനീരോ ഉപ്പുപൊടിയോ മാത്രം ചേർത്താൽ മതി. വെള്ളമൊന്നും ചേർക്കണ്ട, വറക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യണ്ട. എളുപ്പമാണ് പുട്ടുണ്ടാക്കാൻ. ഇപ്പം നമ്മുടെ അച്ചാച്ചൻ കൊണ്ട് പോകുന്നു. മൂത്രപാത്രമാണ് കയ്യിരിക്കുന്നത്. എണീറ്റതില്ല. അച്ചാച്ചാ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ആ പൊയ്ക്കോ. പാവം, എന്തു ഏതാവൊന്നും അറിയത്തില്ല. അച്ചാച്ചൻ മൂത്രപാത്രം ഇട്ട് രാവിലെ എണീറ്റ് പോവുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചന് പ്രായമായില്ലയോ. പിന്നെ രാത്രിയിൽ അച്ചാച്ചന് ഷുഗറും ഉണ്ട്. അച്ചാച്ചൻ പല പ്രാവശ്യം പിന്നെ മൂത്രം ഒഴിക്കാറുണ്ട്. അജുമോനാണെങ്കിൽ വെട്ടാൻ പോകുന്നിട്ട് അവൻ്റെ തുണികളെല്ലാം എടുത്ത് ഇവിടോട്ട് വെച്ചിട്ട് പോയേക്കുക. പിന്നെ അതാണ്ട് റസ്ക് തിന്നിട്ട് ബാക്കി വെച്ചേക്കുന്നു. ഉറുമ്പൊക്കെ വന്ന് കയറും. അവനെടുത്ത് അവൻ്റെ തീറ്റയും കഴിഞ്ഞ് കുടിയും കഴിഞ്ഞിട്ട് അവനങ്ങ് പോയി. ഇനി ഞാൻ എടുത്ത് വെക്കേണ്ടുന്ന സാധനങ്ങളാണ്. അതിനൊന്നും നേരമില്ല, അവനങ്ങ് പോയി വെട്ടാൻ. അപ്പം അത് ഇനി പിന്നെ ഒരു നേരം കൂടെ അവന് പിന്നെ തിന്നാം. ശിവാമ്മ കൊണ്ട് കൊടുത്താന്നേ കേട്ടോ. ഇപ്പം അച്ചാച്ചൻ മൂത്രം ഒഴിക്കാൻ പോയി. ഞാൻ ഇവിടോട്ട് കൊണ്ടുവന്നത് വെച്ച് തുണി ഇങ്ങോട്ടൊന്ന് എടുത്ത് മാറ്റി വെച്ച് പതുക്കെ എല്ലാം ചെയ്ത് തീർക്കാം. അച്ചാച്ചൻ കിടക്കുന്നിടോ അച്ചാച്ചൻ കൊണ്ട് കിടന്നിട്ട് എണീറ്റ് ചെറുതായിട്ട് അച്ചാച്ചൻ ഇങ്ങനെ പിടിച്ച് നൂത്തൊന്നിടും, എന്നിട്ടങ്ങ് പോവും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുട്ടിന് പൊടിക്കാനുള്ള അരി കണ്ടോ ഞാൻ എടുത്ത് വെച്ച്. ഇങ്ങനെയാണ് വെള്ളയരിയുടെ പിന്നെ നമ്മൾ സാധാരണ വെള്ളയരിയോ കുത്തരിയോ എന്തുവാണെങ്കിലും ഇങ്ങനെ നോക്കിക്കേ അങ്ങോട്ട് എടുത്ത് വെച്ചത്. ഇനി നമ്മൾ പൊടിച്ച് ഇങ്ങനെ എടുക്കുക. അപ്പം ഞാൻ പൊടിച്ച് എടുത്ത പിന്നെ പൊടി കണ്ടോ, ഇത് നമ്മുടെ പുട്ടുപൊടി. നമ്മളെ വെള്ളയരി വെറുതെ നല്ല രാത്രി പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് പൊടിച്ചെടുത്ത പൊടി. ഇത് നമ്മൾ പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മളത് നനയ്ക്കുകയൊന്നും ചെയ്യേണ്ട. അത് കറക്റ്റ് പാകമാണ്. ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയോ അല്ലെങ്കിൽ ഉപ്പുനീരോ ചേർത്താൽ മാത്രം മതി. കണ്ടോ, അടിപൊളിയായിട്ടിരിക്കുന്നു. ഒന്നും ചെയ്യരുത്. പിന്നെ അതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത്, ഒന്നും വേണ്ട. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പം നമ്മുടെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പിന്നെ വെള്ളയരി വെച്ചുണ്ടാക്കുന്ന പുട്ട് കണ്ട് അച്ചാച്ചൻ ഇരുന്ന് കഴിക്കുന്ന കണ്ടോ. അച്ചാച്ചൻ രാവിലെ കുളിയും കഴിഞ്ഞ് ഷേവിങ്ങും എല്ലാം കഴിഞ്ഞ് അച്ചാച്ചൻ ഇരുന്ന് കഴിക്കുന്നു. ഇതൊന്നും അച്ചാച്ചന് അറിയത്തില്ല. നമ്മൾ വീഡിയോ എടുക്കുമെന്നൊന്നും അറിയത്തില്ല. എനിക്കുള്ള പുട്ട് കണ്ട് കൊണ്ട് വെച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാത്രം. ഈ പ്ലേറ്റിലാണ് എനിക്ക് തിന്നാനിഷ്ടം. ഒമാനി വെച്ചാണെങ്കിലും അവിടെയുണ്ട് ഇങ്ങനത്തെ 2 പാത്രം. ഹരിയേട്ടനും എനിക്കും എല്ലാം ഈ പാത്രത്തിലാണ് തിന്നാനിഷ്ടം. ഒന്നാണോ രണ്ടെണ്ണമാണോ എന്നറിയത്തില്ല. ഞങ്ങൾ 2 പേരും അതിന് പിടിക്കും. ഞങ്ങൾക്ക് 2നും ആ പാത്രത്തിൽ തിന്നാനാണ് ഇഷ്ടം. പിന്നെ അജിമോൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവനും സ്റ്റീൽ പ്ലേറ്റിനകത്തായിരുന്നു കഴിക്കുന്നത്. കണ്ടിരുന്ന് കഴിക്കുന്ന പുട്ട് എങ്ങനെ ഉണ്ടാക്കുള്ളേ പുട്ടും കടലയും. അജിമോൻ എപ്പോഴും പുട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് അവൻ നല്ലതാണെന്നേ പറയത്തുള്ളൂ. പിന്നെ വെട്ടും കഴിഞ്ഞിട്ട് വന്ന് പിന്നെ പോയിട്ട് ഒട്ടുകറ എടുത്തതേ ഉള്ളൂ, വെട്ടിയില്ല. നാളെ വെട്ടുന്നുള്ളെന്ന് പറഞ്ഞ് വെട്ടാൻ ഇറങ്ങിപ്പോയിട്ട് പിന്നെ എന്നാലേ കറ കാണത്തുള്ളെന്ന് പറഞ്ഞ് കുഞ്ഞിങ്ങ് വന്നു. ഒട്ടുകറയെല്ലാം എടുത്ത് കൊണ്ടുവന്ന് മുറ്റത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി പിണ്ടി വെട്ടിക്കൊണ്ട് വന്ന് കോഴിയൊക്കെ എല്ലാം പിണ്ടിയും കൊടുത്ത് ഇട്ടിരുന്ന്. എന്നിട്ട് ഏതോ മൊബൈൽ ഫോണിൽ എന്തോ ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുക. ഏതാണ്ടൊക്കെ നമുക്ക് കേൾക്കാം. ഏതാണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് അവനത് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ. ഇങ്ങോട്ട് നോക്കാവോ. അജു എന്നും ഇങ്ങനെ ഇപ്പോൾ ഷർട്ട് പോലും ഇടാതെ ഇരിക്കുന്ന നാണമില്ല കൊച്ചിന്. അങ്ങനെയൊന്നും ഇരിക്കാറേ ഇല്ലായിരുന്നു, ഷർട്ടൊന്നും ഇടാതെ. അച്ചാച്ചൻ ഇരിക്കുന്നുണ്ട്. വളർന്നു വലിയ ചൂടൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ ആടിന് കൊടുക്കാനുള്ള ചക്കവച്ചവണി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. മിറ്റമെല്ലാം തൂത്തുവാരി ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നല്ല വെയിലാണ് ഇന്ന്. അജുമോന്നാണ്ട് ഒട്ടുപാല എടുത്ത് കൊണ്ടുവന്നിട്ടേക്കുന്നു. പിന്നെ അവിടോട്ട് നോക്കുകയാണ്. ഇന്നത്തെ കാര്യങ്ങളെല്ലാം വേണ്ട. പിന്നെ വേണ്ട ഒരു വാഴപ്പിണ്ടി വെട്ടിക്കൊണ്ട് വന്നിട്ട് അതെല്ലാം വെട്ടി ഇതുകൊണ്ട് കോഴിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നു. അവർ വന്ന് ഭയങ്കര പാട്ട് പാടുന്നുണ്ട്. നമുക്ക് എല്ലാവരും ഒക്കെ വന്ന് പാട്ട് പാടിക്കൊണ്ട് തിന്നുക.
നിൽക്കുന്നു. അതുകൊണ്ട് അവിടെ പോയി നിന്ന് തിന്നുകയൊക്കെ ചെയ്യുക. ഒരു ആൾക്കാരെ 5-6 പിന്നെ തീറ്റിപ്പിച്ച് പിടിച്ച് കൂട്ടിലിട്ട് അത് കുഞ്ഞുങ്ങളാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കണ്ട് ഇവർ മുട്ടയിടുന്ന പിള്ളേരൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും തിന്നുകയോ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ നിൽപ്പുണ്ട്, എന്നെ കാണുമല്ലോ. ഞാൻ വേണ്ട നിൽക്കുന്നു. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ. കമൻ്റ് അയക്കാൻ മറക്കല്ലേ. താങ്ക് യു.